ഹലോ ഓൾ. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഗിറ്റ് ഹബ്ബ് റെപ്പോസിറ്ററി, എങ്ങനെയാണ് ഒരു ഗിറ്റ് ഹബ്ബ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലുള്ള പ്രൊജക്റ്റ് ഗിറ്റ് റെപ്പോസിറ്ററിയുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു. സോ ഇനി ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഗിറ്റ് ഇഗ്നോർ. എന്താണ് ഗിറ്റ് ഇഗ്നോർ? ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുമ്പോൾ അത് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ചില സീക്രട്ട് ഡാറ്റകൾ നമുക്ക് ഗിറ്റിലോട്ട് പുഷ് ചെയ്യേണ്ട എന്നുള്ള ഒരു കമാൻഡ് കൊടുക്കുന്നതിനാണ് ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ സെർവർ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ക്രെഡൻഷ്യൽസ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ ഗിറ്റിലോട്ട് നമ്മൾ സാധാരണ റെപ്പോസിറ്ററിയിലോട്ട് നമ്മൾ പുഷ് ചെയ്യാറില്ല. ബിക്കോസ് നമ്മൾ ആ ഗിറ്റ് റെപ്പോസിറ്ററി പബ്ലിക് ആണെങ്കിൽ നമ്മുടെ സീക്രട്ട് ഡാറ്റാസ് അല്ലെങ്കിൽ ക്രെഡൻഷ്യൽസ് പബ്ലിക്കിന് അവൈലബിൾ ആവുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഫയൽ ഇഗ്നോർ ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് ഈ പ്രൊജക്റ്റിൽ നിന്നും ഗിറ്റ് ഹബ്ബിലോട്ട് പുഷ് ചെയ്യേണ്ടാത്ത ഫയലുകളെ നമുക്ക് ഇവിടെ ഗിറ്റ് ഇഗ്നോറിൽ ആഡ് ചെയ്യാം. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുന്ന .git ignore എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ഞാൻ നോഡ് മൊഡ്യൂൾസ്, അതുപോലെ തന്നെ .env ഇങ്ങനെ രണ്ട് പേര് ആഡ് ചെയ്തു. .env എന്ന് പറയുമ്പോൾ ഈ ഫയലാണ്. അതായത് മിക്ക നോഡ് മൊഡ്യൂൾ പ്രൊജക്റ്റുകളിലും നമ്മൾ env എന്നുള്ള ഫയലിനകത്തായിരിക്കും, അതായത് സെർവർ ഡീറ്റെയിൽസ്, ഡാറ്റാബേസ് ഡീറ്റെയിൽസ്, മറ്റു API ലിങ്കുകൾ, പാസ്വേഡ്, ടോക്കൺസ് എല്ലാം സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഗിറ്റിലോട്ട് പുഷ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു ഫയൽ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയാണ് ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇഗ്നോർ ചെയ്യുന്ന ഫയലിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഡെമോ എന്ന് പറയുന്നൊരു .html എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. സോ അതിന് ശേഷം ഈ ഫയൽ നമുക്ക് ഗിറ്റിലോട്ട് പുഷ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുന്ന ഈ ഫയലിനകത്ത് നമുക്ക് ഈ ഫയലിൻ്റെ പേര്, അതായത് demo.html എന്ന് പറയുന്ന ഫയലിൻ്റെ പേര് നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഗിറ്റ് സ്റ്റാറ്റസ് എന്താണ്. ഇപ്പോൾ നിലവിൽ ഗിറ്റിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ ഇഗ്നോർ ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇഗ്നോർ മോഡിഫൈ ചെയ്തുകൊണ്ട് ഇവിടെ ഇഗ്നോർ മോഡിഫൈ എന്ന് നമുക്ക് കാണാം. സോ മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഗിറ്റിലോട്ട് ആഡ് ചെയ്യാം. സോ ഇത് ഞാൻ ഗിറ്റിലോട്ട് ആഡ് ചെയ്തു. ഗിറ്റ് ആഡ് എന്ന് പറയുന്ന കമാൻഡ് വെച്ചിട്ട് ഞാനിത് ഗിറ്റിലോട്ട് ആഡ് ചെയ്തു, ലോക്കൽ സിസ്റ്റത്തിലെ ഗിറ്റിലോട്ട് ആഡ് ചെയ്തു. സോ ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഗിറ്റ് HTML എന്ന് പറയുന്നത് മോഡിഫിക്കേഷനിൽ കാണുന്നില്ല. കാരണം നമ്മളത് ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുന്ന ഫയലിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞു. സോ അതുകൊണ്ടാണ് ഗിറ്റിനകത്ത് ഇത് കാണാത്തത്. സോ ഇനി നമുക്കിത് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്ത് നോക്കാം. ഗിറ്റ് ഹബ്ബിൽ ഈ HTML എന്ന് പറയുന്ന demo.html എന്ന് പറയുന്ന ഫയൽ വിസിബിൾ ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് ഗിറ്റ് കമ്മിറ്റ് മെസ്സേജ്, അതായത് എന്താണോ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നുള്ള ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാം. സോ demo.html ഫയൽ ആഡഡ്. സോ ഒരു കമാൻഡ് കൊടുത്തു. അതിനുശേഷം ഗിറ്റിലോട്ട് പുഷ് ചെയ്യാം. ഗിറ്റ് പുഷ് ഒറിജിൻ, നമ്മുടെ ഒറിജിൻ എന്നുള്ള ഒരു കീവേഡിലാണ് നമ്മുടെ ഗിറ്റ് ഹബ്ബിൻ്റെ ലിങ്ക് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഗിറ്റ് ഒറിജിൻ, ഇനി മാസ്റ്ററിലോട്ടാണ് നമ്മൾ ഇത് പുഷ് ചെയ്യുന്നത്. ഇത് നമ്മൾ മാസ്റ്ററിലോട്ട് പുഷ് ചെയ്തു. സോ ഇനി നമുക്ക് ഈ ചേഞ്ചസ് നമ്മുടെ ഗിറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമ്മൾ ഇത് റീഫ്രഷ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡെമോ ഫയൽ ആഡഡ് എന്ന് പറയുന്ന ഒരു ചേഞ്ചസ് നമ്മുടെ ഗിറ്റ് ഹബ്ബിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ demo.html എന്ന് പറയുന്ന ഫയൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. സോ അതിനർത്ഥം നമ്മൾ ഇഗ്നോറിൽ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫയൽ ഒരിക്കലും ഗിറ്റ് ഹബ്ബിലോട്ട് പുഷ് ആവുകയില്ല. സോ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗിറ്റ് ഇഗ്നോറിൽ നമ്മൾ എന്തൊക്കെ ഫയലിൻ്റെ പേരാണോ അല്ലെങ്കിൽ ഏതൊക്കെ ഡയറക്ടറി ആണോ കൊടുത്തിട്ടുള്ളത്, ഈ ഡയറക്ടറി ഒന്നും ഒരു കാരണവശാലും നമ്മുടെ ഗിറ്റ് ഹബ്ബ് റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ആവുന്നതല്ല.
സോ ഇതാണ് ഗിറ്റ് ഇഗ്നോർ എന്ന് പറയുന്ന ഫയൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അതിൻ്റെ ഉപയോഗവും.